ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെ ഉപയോഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമം, അതായത് റൂൾ 10, അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സർസൈസാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് വേണ്ടിടത്ത് ചേർക്കുക, അല്ലാത്തത് നമ്മൾ ഒരു ഇൻറ്റു മാർക്ക് ഇടുക. ഓക്കെ, സോ സ്റ്റാർട്ട്. ഒന്നാമത്തെ സെൻറ്റൻസ്, ഇന്ത്യ ഗെയിൻഡ് ഇൻഡിപെൻഡൻസ് ഇൻ ഒരു ഡെക്കേഡ്, അതായത് ഒരു കുറേ വർഷങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇതാ ചേർക്കണം. അപ്പം ഇന്ത്യ ഗെയിൻഡ് ഇൻഡിപെൻഡൻസ് ഇൻ ദ 1940s. ഇന്ത്യ ഗെയിൻഡ് ഇൻഡിപെൻഡൻസ് 1947 ആണെങ്കിൽ വേണ്ട, കാരണം അതൊരു വർഷമാണ്. ഇതിപ്പോൾ നമ്മൾ പ്ലൂറൽ ഇത് കണ്ടില്ലേ, 1940s. ഹി വാസ് ബോൺ ഇൻ 1990 ഉണ്ടോ, അവിടെ വേണ്ട. അതൊരു ഏജ് അല്ല, അല്ലെങ്കിൽ ഒരു പീരീഡ് അല്ല, ഡെക്കേഡ് അല്ല, ഒരു ഇവൻ്റ് അല്ല, അതുകൊണ്ട് വേണ്ട. കോൾഡ് വാർ ത്രെട്ടൻഡ് വേൾഡ് പീസ്, അവിടെ വേണം. എന്തുകൊണ്ടാണ് കാര്യം, അതൊരു ഇവൻ്റാണ് അല്ലേ, ദ കോൾഡ് വാർ. ലൈഫ് വാസ് വെരി ഡിഫറെൻറ്റ് ഇൻ സ്റ്റോൺ ഏജ്, ഒരു സ്പെസിഫിക് പീരീഡാണ്, അതുകൊണ്ട് വേണം. ഇൻ ദ സ്റ്റോൺ ഏജ്. മിഡിൽ ഏജസ് സോ ദ റൈസ് ഓഫ് ഫ്യൂഡലിസം. ദ മിഡിൽ ഏജസ്, കാരണം എന്താണ്, അതൊരു സ്പെസിഫിക് പീരീഡാണ്. ഹി പബ്ലിഷ്ഡ് ഹിസ് ഫസ്റ്റ് ബുക്ക് ഇൻ ഇയർ 1980. ഇവിടെ സ്പെസിഫിക് ഇയർ ആയതുകൊണ്ട് ഇൻ ദ ഇയർ. ഫ്രഞ്ച് റെവല്യൂഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ് ഇൻ ഹിസ്റ്ററി. സോ ദ ഇമ്പോർട്ടൻറ്റ് ഒരു ഇവൻ്റ് ആയതുകൊണ്ട് വേണം. ദ ഫ്രഞ്ച് റെവല്യൂഷൻ. People suffered a lot during corona period. Specific period ആണ്, സോറി, അതുകൊണ്ട് വേണം. The corona period. Music changed a lot in 1920s. A specific period ആയതുകൊണ്ട് അവിടെ വേണം. The 1920s. നമ്മുടെ പ്ലൂറലുണ്ട്, എസ് ഉണ്ട്, ഇവിടെ കൊണ്ടോ എസ്. 1940s. Music style changed a lot. Wordsworth lived and wrote poetry during the romantic period. A particular period ആണ്, അതുകൊണ്ട് ഇതാണ്. അപ്പോൾ നമ്മുടെ റൂൾ 10 നമ്മൾ പ്രത്യേകം പറയുന്നത് ഓർക്കുന്നുണ്ടോ, അതായത് ഡെക്കേഡ്സ്, അതായത് പ്ലൂറൽ ഇയർ കഴിഞ്ഞിട്ട് എസ് വന്നാൽ, അതായത് പ്ലൂറൽ, ഇപ്പോൾ നമ്മൾ എസ് ഇതാ ചേർക്കണം. പിന്നെ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ആണെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അങ്ങനെയുള്ളത് നമ്മൾ ഇതാ ചേർക്കണം. അതുപോലെ തന്നെ സ്പെസിഫിക് പീരീഡ്, ദ സ്റ്റോൺ ഏജ്, ദ കൊറോണ പീരീഡ്, അങ്ങനത്തെ പോലും നമ്മൾ ഇതാ ചേർക്കണം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു എക്സർസൈസാണ് ഇത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ബൈ.